ജനങ്ങൾ നമ്മളെ വല്ലാത്തൊരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമുണ്ട്. അത് എല്ലാവർക്കും എന്താവില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയാസം അന്നുണ്ടായിട്ടുണ്ട്. ആ പ്രതിയായി നിൽക്കപ്പെടുന്ന ആൾ പോലും എന്താക്കാണ് എന്നെ വിളിക്കുകയാണ്, ഇനി അത് ചെയ്തിട്ടില്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയ ആളുകളെ നമ്മളിപ്പോൾ പ്രതിപട്ടികയിൽ കാണുകയാണ്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ വിവാദമുണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് ഈ കേസിനകത്ത് നിന്നും പ്രതിപട്ടികയിലുണ്ടായിരുന്ന KP മുഹമ്മദ് കാസിമിനെ പ്രതിപട്ടികയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഒഴിവാക്കിയിരിക്കുകയാണ്. കാസിമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും. അതുണ്ടാവുകയും പൊടുന്നനെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. അവിടെയാണ് കാസിം ഒരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നത്. ആ നിയമ പോരാട്ടം 2 വർഷം നീണ്ടു. ഇപ്പോഴാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ആദ്യം തന്നെ LDF ആണ് കാസിമിനെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. തിരഞ്ഞെടുപ്പ് ഖജാൻജിയായിരുന്ന C ഭാസ്കരൻ, തൊട്ടു പിന്നാലെ UDFൻ്റെ പരാതിയുമുണ്ട്. പക്ഷേ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും പരാതികൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവസാനിക്കും. അവിടെ അവസാനിച്ചില്ലേ ഈ കേസ്? എന്താണ് തോന്നുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും അന്ന് കേസിൻ്റെ ആദ്യ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല, 2 ദിവസം കേസ് പിടിച്ചു വെക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ പരാതി കൊടുത്തു, പരാതി എടുത്തില്ല. എന്നാൽ ഭാസ്കരൻ മാഷ് അവിടെ, ഞാനന്ന് രാത്രി വരെ 10 മണി വരെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ 10 മണിക്ക് പോലും എന്തായാലും ഭാസ്കരൻ മാഷ് അവിടെ എത്തിയിട്ടില്ല. ഞാൻ അന്ന് 3-4:30 മണിയോടുകൂടി SP ഓഫീസിലെത്തി പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഭാസ്കരൻ മാഷ് ഓഫീസിൽ നിന്ന് വിളിച്ച പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താക്കിയിട്ടുള്ളത്, അന്ന് പരാതി സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ പരാതിയുടെ മേലിലാണ് അന്വേഷണം നടന്നത്. എന്നാൽ ഈ അന്വേഷണം പിന്നീട് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ മാഞ്ഞു പോകാറുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ച പദമല്ല ഇത്. നാളെ ഞാനൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക്, പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇത് തെളിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായി മാറുകയാണ് പിന്നീട്. കാരണം നമ്മൾ കേസ് കൊടുക്കുന്നു, കേസ് എടുക്കുന്നില്ല. ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് അന്വേഷണം നടന്നിട്ടുള്ളത്. DGPക്ക് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്, SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വേണ്ട 5ഓളം പരാതികൾ നമ്മൾ നൽകിയിട്ട് പോലും പരാതി സ്വീകരിച്ചില്ല. പിന്നീട് കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു, പരാതി സ്വീകരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എന്താവാണ്, കോടതി ചോദിക്കുമ്പോൾ മാത്രമാണ് കഴിഞ്ഞ ഭരണത്തിൽ പോലീസ് എന്താക്കിയിട്ടുള്ളത്, അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഭരണം വന്നു, SIT രൂപീകരിക്കുന്നു, പുതിയ അന്വേഷണ സംഘം വരുന്നു. അതോടുകൂടി തന്നെ എന്താവാണ്, 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ ക്ലിയർ ചിത്രത്തിലേക്ക് വരികയാണ്. നമ്മൾ അന്നേ പറയുന്നുണ്ട് ഞാനിത് ചെയ്തിട്ടില്ല, ഇത് തെളിയണം എന്നുള്ളത്. എന്നാൽ CPMൻ്റെ സൈബർ ഇടങ്ങളാണ് ഇത് അന്ന് മുതൽ ഇന്ന് വരെ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്താക്കിയിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് റിബേഷ് മാഷ് പറയുന്നില്ല എന്നുള്ളിടത്തായിരുന്നു കേസ് നിന്നിട്ടുള്ളത്. അവസാനം LDFൻ്റെ ഭരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കുകയും കേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ നൽകി ഒരു ക്ലോസ് ചെയ്തൊരു കേസാണ്. വീണ്ടും നമ്മൾ എന്താക്കുവാണ്, റീഓപ്പൺ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ പറയേണ്ടത് പാർക്കൽ അബ്ദുൽ സാഹിബ് MLA ആയതിനു ശേഷം ഇതിൻ്റെ നിയമ പോരാട്ടത്തിൽ ആദ്യം മുതൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ നമ്മുടെ കുറ്റ്യാടിയുടെ MLA. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹം ആദ്യമായി എടുത്ത ഒരു സബ്മിഷൻ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു പരാതി എന്നുള്ള നിലക്ക് എന്താക്കിയിട്ടുണ്ട്, ഈ പരാതി കൊടുക്കുകയും ഇതിൽ പുനരന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത്. നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. ഇത് ഞാൻ കുറ്റമുക്തനായി എന്നുള്ളതല്ല, നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുപോലെയുള്ള വർഗീയ ചാപ്പ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയമ പോരാട്ടം നടത്തുന്നത്. നിലവിൽ ഇത് ഞാനെന്ന വ്യക്തിയിലപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് നമ്മളെന്താക്കണം, ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇത് ആരുണ്ടാക്കുന്നു എന്നുള്ളത് അറിയിക്കണം എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി മാറുകയായിരുന്നു. അവസാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഭാസ്കരൻ മാഷ് പരാതി കൊടുത്തു എന്നല്ലാതെ കേസ് എന്തായി എന്ന് ഈ സമയം വരെ ഭാസ്കരൻ മാഷ് അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇടപെട്ട അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്താക്കണം, ഭാസ്കരൻ മാഷി ആ സമയം മുതൽ ഈ കേസ് അന്വേഷണം നടത്താൻ വേണ്ടി ആവശ്യപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, 2 വർഷം പിന്നിടുമ്പോൾ ഈ കേസ് തെളിയാണ്. ഇനി അങ്ങോട്ട് വീണ്ടും ഇപ്പം തിരുവള്ളൂർക്കാരനെയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്തായാലും കേസ് ജാമ്യം കിട്ടിയിട്ടില്ല. കേസ് നാളെ വീണ്ടും കോടതിയിൽ വരികയാണ്. നമ്മൾ ആദ്യമേ പറയുന്നതാണ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരാണോ ചെയ്തിട്ടുള്ളത് അവരെ അറസ്റ്റ് ചെയ്യണമെന്നും അവരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യം. ഈ കേസിൽ ഇപ്പോഴും ഉറവിടം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതാരാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാസിമിൻ്റെ 3 ഫോൺ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയക്കുകയും തുടക്കത്തിൽ തന്നെ ആ പരിശോധനയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ആ 3 ഫോൺ തിരിച്ചു ലഭിച്ച എന്താണ്? 3 ഫോണില്ല, ഒരു ഫോണാണ് നിലവിൽ. അതിൽ 9 സിമ്മുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേരിലുണ്ടായിരുന്നൊരു ആരോപണം. ഞാൻ പ്രത്യേകിച്ചും
ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു ഓണർ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 5 കമ്പനിയുടെ സിം തന്നെ എടുക്കേണ്ടതുണ്ട്. അതിൽ ചില കമ്പനീൻ്റെ 2 സിം എടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ എടുത്ത സിമ്മുകളാണ് എന്താക്കിയിട്ടുള്ളത് ഇപ്പം അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ സോഴ്സും കാര്യങ്ങളും നമ്മളെ സംഗതികളൊക്കെ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ് അന്വേഷണ സംഘത്തോട് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഈ കേസിൽ ഉണ്ടായ ഒരു ഇതെന്ന് പറയുന്നത് അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. നിലവിൽ നമ്മൾ പരാതി കൊടുത്തു, പരാതി സ്വീകരിച്ചില്ല, അന്വേഷണം നടന്നില്ല. ഇപ്പോൾ ആണ് അന്വേഷണം നടന്നത്. അന്വേഷണം നടന്നപ്പോൾ അത് കൃത്യമായി വെളിപ്പെടുകയാണ്. എൻ്റെ ഫോണ് തിരിച്ച് നൽകിയിട്ടില്ല, എൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രയാസം. എൻ്റെ ഈ 2 വർഷം എന്ന് പറയുന്നത് എൻ്റെ വിവാഹ ജീവിതം പോലും കഴിഞ്ഞു പോയൊരു സമയമാണ്. ആ സമയത്ത് എന്താക്കിയിട്ടുണ്ട്, പോലീസ് നമ്മളോട് ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ കോടതി ഇടപെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് എന്താക്കിയിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീതിയെങ്കിലും ലഭിച്ചിട്ടുള്ളത്. കാസിമിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു കാര്യം പ്രചരിപ്പിക്കപ്പെട്ടത്. ഒപ്പം തന്നെ തിരുവള്ളൂർ സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ജിതിൻ ഭാസ്കർ. ഒപ്പം തന്നെ റിബേഷ് കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുകയാണ്. ഈ കേസിനകത്ത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും സത്യത്തിൽ ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഇരുട്ടിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. കേസ് ബാക്കി കോടതിയിലാണ് നിൽക്കുന്നത്. എന്താണ് തോന്നുന്നത് കാസിമിന്? ആദ്യമേ നമ്മൾ പറഞ്ഞു CPM സൈബർ ഇടങ്ങളിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്, CPM ആണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് കൃത്യമായും വ്യക്തമായും നമുക്ക് എന്താണ് ധാരണയുണ്ട്. എന്നാൽ ഇത് ആരുണ്ടാക്കി എന്നുള്ളത് തെളിയണമെന്നുള്ളതായിരുന്നു നമ്മൾ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം വന്ന് റിബേഷ് രാമകൃഷ്ണൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അധ്യാപകരിലേക്ക് എത്തി നിൽക്കുന്നു. അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ്. അതിൽ വിചിത്രമായ ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് തലേ ദിവസം ഇത് കഴിഞ്ഞ് 25-ാം തീയതി ഇലക്ഷൻ കഴിയുന്നു. 2024 28-ാം തീയതി വടകരയിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രചരണം നടത്തി, അല്ലെങ്കിൽ ലീഗ് അല്ലെങ്കിൽ UDF വർഗീയ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ ആളുകളാണ് എന്താക്കുന്നത് ഈ പ്രതിപട്ടികയിലേക്ക് വരുന്നത്. അന്ന് തലേ ദിവസം പരിപാടി നടത്തുന്നു, പിറ്റേന്ന് നമുക്കെതിരെയുള്ള ഇതിൽ വേറെ വിചിത്രം എന്ന് പറയുന്നത് എൻ്റെ നാട്ടുകാരൻ, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചത് നാട്ടുകാരനാണെന്ന് ഇപ്പം നിലവിൽ പട്ടികയിലേക്ക് വരുന്നത്. അപ്പോൾ ആ പ്രതിയായി നിൽക്കപ്പെടുന്ന ആൾ പോലും എന്താക്കാണ് എന്നെ വിളിക്കുകയാണ്, ഇനി അത് ചെയ്തിട്ടില്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയ ആളുകളെ നമ്മളിപ്പോൾ പ്രതിപട്ടികയിൽ കാണുകയാണ്. വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇവരൊക്കെ ഇത് ഷെയർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരിൽ നിന്നാണ് ആദ്യമായി പോയിട്ടുള്ളത് എന്നാണ്. 200 പേർക്കാണ് തിരുവള്ളൂർ സ്വദേശി ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഒരു എന്താക്കിയിട്ടല്ല, ഇത് CPM കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കാസിമോ അല്ലെങ്കിൽ തിരുവള്ളൂർകാരനോ എന്നുള്ളതിലപ്പുറത്തേക്ക് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 വോട്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിയ അതേ സ്റ്റെപ്പാണ് വടകരയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. 2016 കുറ്റ്യാടിൽ പാറക്കൽ അബ്ദുള്ള സാഹിബ് മത്സരിക്കുമ്പോൾ ഈ വർഗീയ കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം പേരാമ്പ്ര ഇതിൽ CPM അവസാനിപ്പിച്ചില്ല എന്നുള്ള പേരാമ്പ്രയിൽ ഇപ്പോൾ കൗമിലക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ദഹ്ലിയക്കെതിരെ പുതിയ ആരോപണങ്ങൾ വന്നു നിൽക്കുകയാണ്. അപ്പോൾ എക്കാലത്തും വർഗീയ പ്രചരണങ്ങൾക്ക് CPM കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഉറവിടം കണ്ടെത്തുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൽ എന്താക്കാണ് നമ്മളെ കേസിലല്ല ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഭാസ്കരൻ മാഷിക്ക് കൊടുത്ത കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നമ്മളെ കേസ് അന്വേഷണം നടക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗൂഢാലോചന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൽ ബാക്കിയുള്ള തുടരന്വേഷണങ്ങൾ നടന്നാൽ മാത്രമേ എന്താക്കുകയുള്ളൂ, ഇതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇത് അദ്ദേഹം ഇനിയിപ്പോൾ ജിതിൻ ഭാസ്കർ പറഞ്ഞാൽ മാത്രമേ ഈ കേസൊരു അന്വേഷണം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ ജിതിനിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത. ഇടത് സൈബർ വിങ്ങുകളാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും കാസിമിന് ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്? അതൊന്നും ഇന്നും മനസ്സിലാവാത്തൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു സാധനം 2024 ഇത് നടക്കുന്നത്. അന്ന് തിരുവള്ളൂർ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. അന്ന് UDF ഭരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള വാർഡ് CPM നിന്ന് നഷ്ടപ്പെടുകയും 35 വർഷത്തെ ഭരണം LDFിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് ഒരു കാരണക്കാരൻ എന്നുള്ള നിലക്ക് ഞാനായതുകൊണ്ടായിരിക്കാം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ കൃത്യമായും അതിലേക്ക് എത്തുകയാണ് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവള്ളൂർക്കാരനാണ് ഇതിൽ ആദ്യം ഷെയർ ചെയ്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തിരുവള്ളൂരുമായിട്ട് അതിനുണ്ട്, ഇതിനൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനക്ക് എന്തായാലും ഇതിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായും തെളിയണം. എന്തായാലും നിയമപോരാട്ടം തുടരും ഈ ഉറവിടം കണ്ടെത്തുന്നതുവരെ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല, ഇത് കേരള സമൂഹത്തിന് നൽകുന്ന ഒരു പാഠമായിരിക്കണം. ഇനിയൊരാൾക്കും ഇതുപോലെ വർഗീയ ചാപ്പ് ഉണ്ടാവില്ല. ഞാനൊന്ന് അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസം. അന്ന് 25-ാം തീയതി ഇലക്ഷൻ നടക്കുന്നു, പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു, ജനങ്ങൾ നമ്മളെ വല്ലാത്തൊരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയാസം അന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് പൊതുസമൂഹം നമ്മളെ അടുത്തേക്ക് വന്ന് നമ്മളോട് പറയാണ് അത് തെളിയിക്കാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിലേക്ക് അവർ നമ്മളെ കാണുമ്പോൾ
കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നോക്കിയ ആളുകൾ നമ്മളെ തിരിച്ച് കാണുമ്പോൾ ഉണ്ടായ വളരെ സന്തോഷവും ഇന്ന് എന്തിനാക്കാണ് ഇന്നുണ്ട്. മുഹമ്മദ് കാസിം നടത്തിയ നിയമ പോരാട്ടമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. ജിതിൻ ഭാസ്കർ അറസ്റ്റിലാണ്. ഒപ്പം തന്നെ റിബേഷ് രാമകൃഷ്ണൻ മുൻകൂർ ജാമ്യത്തിനായുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ KP ഷൈജുവിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.